ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് നല്ല അടിപൊളി റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു അൺബോക്സിങ്ങും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും എല്ലാം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നല്ല പഞ്ഞി പോലുള്ള ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തലേന്ന് രാവിലെ തന്നെ അരി കുതിർക്കലും വൈകുന്നേരം അരി അരക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേറൊരു പാത്രത്തിൽ 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ വേറെ വേറെ തന്നെ വെള്ളത്തിലിട്ട് വെക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3/4 കപ്പ് അളവിൽ മുത്താറി എന്താ പറയുക റാഗിയില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റാഗിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. റാഗിയും പിന്നെ അതേപോലെ തന്നെ ഉഴുന്നൊക്കെ കൂടുമ്പോൾ നല്ല അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. കുട്ടികൾക്കും എല്ലാവരും ഉണ്ടാക്കിയിട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത് എല്ലാം കൂടെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. എല്ലാം ഓരോരോ പാത്രത്തിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് അന്നേരം തന്നെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക. ഞാനിത് കുതിർന്ന് അരക്കാൻ നേരത്താണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ദാ ഇനി ഇതൊരു 3-4 മണിക്കൂർ നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ. അങ്ങനെ ഇതാ വൈകുന്നേരം ഇനി ഇതെല്ലാം അരച്ച് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും മുത്താറിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിന്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ വൈകുന്നേരമെങ്കിലും ഇഡ്ഡലിൻ്റെയും ദോശൻ്റെയും എല്ലാം ബാറ്റർ റെഡിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതെങ്ങനെ അരക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി ഉഴുന്ന് മുത്താറി അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അരിയും ഉഴുന്നൊക്കെ എടുത്ത ആ ഒരു കപ്പില്ലേ ആ ഒരു കപ്പ് മുഴുവനായിട്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതെടുക്കട്ടെ. മട്ടർ റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ ഏത് ആയാലും കുഴപ്പമില്ല. 1 കപ്പ് മുഴുവനായിട്ട് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറായതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. തിക്ക് ബാറ്ററാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് സ്പൂണോ സ്പാച്ചിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൈ തന്നെയാണ് ഇഡ്ഡലിൻ്റെ ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. നമ്മളെ കൈയിൻ്റെ ആ ഒരു ചൂട് തട്ടിയാലാണ് കേട്ടോ നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരാൻ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ദാ മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാം കൂടെ ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും. അപ്പോൾ ദാ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ദാ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കൊഞ്ചനില്ലേ ചെമ്മീൻ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ചി മഴയായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ ദിവസമായില്ലേ സ്കൂളൊന്നും ഇല്ലാത്ത, അപ്പോൾ അവർ നല്ല ഉറക്കമാണ്. അപ്പോൾ ദാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടില്ലേ ആ ഒരു മാവ് വന്നിട്ട് നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നിങ്ങൾ ഇഡ്ഡലി ദോശയെല്ലാം ഇതേപോലെ ഇതുവരെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും നല്ല മുരിഞ്ഞിട്ടുള്ള ദോശയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ ബാറ്റർ റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല ഇതിൽ മുത്താറിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
ചെറിയൊരു കളറ് മാറ്റം ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയാം. അപ്പോൾ ദാ എൻ്റെ ഇഡ്ഡലി മൊത്തത്തിൽ ഞാനിവിടുന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചെമ്മീൻ കറിയും അതേപോലെ തന്നെ ചട്നിയെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ഒന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെമ്മീൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഇഡ്ഡലി ദോശ എല്ലാം കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്ക് നല്ലൊരു കഞ്ഞിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചത് അങ്ങനത്തെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടേനു കേട്ടോ. നമ്മളെ ചക്കയും കഞ്ഞി എന്നുള്ള ആ ഒരു വീഡിയോ ഇല്ലേ, അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടോക്കുക. അപ്പോൾ ഇതാ നല്ല ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മീൻ ഫ്രൈ ആക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുണ്ടാവുക. അപ്പോൾ ഇന്ന് അയില പൊരിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അയിലൊക്കെ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. നല്ല മഴ പെയ്യുന്ന സമയത്ത് കഞ്ഞിയും ഇതേപോലെ മീൻ പൊരിച്ചെല്ലാം ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് പുറത്ത് കോളിംഗ് ബെല്ല് കേട്ടിട്ട് ചെന്ന് നോക്കിയതിന് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് പൊടിച്ച് നോക്കി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെജിറ്റബിൾ എല്ലാം ഇട്ട് സെറ്റാക്കി വെക്കാൻ പറ്റുന്ന 6 ബോക്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു വൈറ്റില്ലേ, അതിൻ്റെ വെള്ളം അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ടേനും. നല്ല രസം ഉണ്ടാവില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ ഓരോ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഒതുങ്ങി നിൽക്കൂലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് 299 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് എവിടെയും പോവാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് സ്കൂളും ഇല്ല. അപ്പോൾ വൈകുന്നേരം നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന ആ ഒരു പൊരിച്ച പത്തിരിയില്ലേ, എന്താ പറയുക, നല്ല കറുമുറ നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഏത് അരിപ്പൊടിയാണുള്ളത് അതെടുക്കട്ടോ. ഞാനിവിടെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പ് അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ പൊടി എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2.5 കപ്പ് പൊടിയാണ് അരിയും മൈദയും കൂടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ള് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ കരിഞ്ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയില്ലേ, അത് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ 2 മിനിറ്റ് അടച്ച് വെക്കാം. അതിനുശേഷം ഞാൻ നമ്മളെ പൊരിച്ച പത്തിരീൻ്റെ മാവില്ലേ, അത് നേരെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാമെന്നിട്ടാ ചെയ്യുന്നത്. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ആവി പറക്കുന്ന മാവാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്ത് സൈഡിലാക്കിയിട്ട് വെക്കുക. ഇനി ഇത് ആ ഒരു ചൂടോടൊക്കെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാമെന്നിട്ടാ ചെയ്യുന്നത്. പൊരിച്ച പത്തിരീൻ്റെ ആ ഒരു കറക്റ്റായിട്ട് ശരിയാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുഴ നന്നാവണം കേട്ടോ. കോയ നന്നായെങ്കിൽ മാത്രം നമ്മൾ പൊരിച്ച പത്തിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്ക്. നല്ല അടിപൊളിയായിട്ട് പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഞാൻ എടുക്കുന്നതിൻ്റെ നേരെ പകുതി അളവിൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അഭിപ്രായമെല്ലാം പറയണേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദയില്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ മാവ് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ കുഴ നന്നായാൽ മാത്രം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ വെള്ളം കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് പേടിക്കാനൊന്നുമില്ല. അതിൽ കുറച്ച് കുറച്ച് മൈദ ചേർത്ത് കൊടുത്ത് കുഴച്ച് സെറ്റാക്കി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ദാ ഇത് മൈദ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കാനുള്ളത്. അപ്പോൾ ദാ ഇത് നേരെ പകുതിയാക്കിയിട്ട് 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കഴിയുന്നതും നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അന്ന് നല്ല കറുമുറാന്നുള്ള പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാൻ. ഞാൻ ഈ മാവ് 2 ബോൾസ് ആക്കി എടുത്തിന്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കട്ടെ. മൈദ വെച്ച് നല്ല കട്ടിയായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴ നന്നായെങ്കിൽ മാത്രമേ ഇതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒട്ടി പിടിച്ചങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ കുഴക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏത് പാത്രമായാലും സാരമില്ല. അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള മാവെല്ലാം കൂടെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം കൂടെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മാത്രമേ ഞാൻ പൊരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിൽ ഇവിടെ പരത്തി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കണ്ട, ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമ്മളെ കൗണ്ടർ ടോപ്പിലെ നേരത്തെ കുഴച്ചിട്ടൊക്കെ ആകെ സീനായിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ ഗ്യാസിലേക്ക് ഇതാ ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പത്തിലൊന്ന് പൊരിച്ചെടുക്കല. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒരുപാട് വെട്ടിത്തിളക്കണ്ട കേട്ടോ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ആക്കൂലേ, സ്നാക്സൊക്കെ പൊരിക്കുമ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷമല്ലേ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് അങ്ങനെയല്ല, ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക. അങ്ങനെ ഇല്ലെങ്കിൽ ഉള്ളൊന്നും വേവാണ്ട് പുറം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം ആവും നമ്മളെ ഈ ഒരു പൊരിച്ച പത്തിരി റെഡിയായി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പൊരിച്ച പത്തിരി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് എടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ള പണിക്ക് ദൂരേക്ക് എവിടെ പോകാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ പാടില്ല കേട്ടോ. അടുത്തുനിന്ന് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വൈകുന്നേരം ഉമ്മാൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്കും കൂടെ പോകാനുണ്ടേനും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ കഴിക്കാനുള്ളതും ചായയൊക്കെ റെഡിയാക്കി വെച്ചാൽ സമാധാനമല്ലേ. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പത്തിലിതാ നല്ല അടിപൊളിയായിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ കിടന്ന് നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ചായക്ക് വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിലും അതിലേക്കുള്ള ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് കൊടുക്കല. ഇനി ഈ പത്തിരി ഞാൻ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറായിട്ടില്ലേ കാണാൻ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ തീ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ മാത്രം കേട്ടോ ഉള്ള നല്ല വെന്തിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. സുലൈമാനി വന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടില്ലേ. അതൊരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാന്ന് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തിരിനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളത്തിലേക്ക് കറക്റ്റ് ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പൊരിച്ച പത്തിരി കഴിച്ചവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇതേപോലെ റെഡിയാക്കി നോക്കട്ട. ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പൊരിയുന്ന ആ ഒരു സമയം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ കുഴച്ചെടുക്കുന്ന കാര്യത്തിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയണേ.
നല്ല ഗോൾഡൻ കളറായിട്ട് പുറം ഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പത്തിരിയാണ് കേട്ടോ. ഒരു ലൈറ്റ് മധുരത്തോടൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അങ്ങനെ ബാക്കിയുള്ള പത്തിരി മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോയവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു ഇമോജി, ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.